ഹലോ ഗൈസ്, ഇന്നൊരു കുട്ടി വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, ഒരു കാറ് കഥയാണ് ഗൈസ്. നമുക്കൊരു പണ്ടൊരു പഴയ ഒരു കാറുണ്ടായിരുന്നു, നമ്മുടെ ഫാമിലി കാർ. അപ്പോൾ ആ ഒരു കാറിൻ്റെ ഒരു കുഞ്ഞു കഥയാണ്. അപ്പോൾ ആ കാറ് അച്ഛൻ ആദ്യമായിട്ട് ഫ്രഷായിട്ട് മേടിക്കുന്ന ഒരു കാറാണ്. അച്ഛന് മുമ്പ് ഒരുപാട് കാറുകളുണ്ടായിരുന്നു, എല്ലാം സെക്കൻഡ് ഹാൻഡ് ആയിരുന്നു. ചുളിവ് വിലയ്ക്ക് കിട്ടുന്നത് അച്ഛൻ മേടിക്കും, ഉപയോഗിക്കും, കൊടുക്കും, അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരുപാട് കാറുകളുണ്ടായിരുന്നു. പക്ഷേ പുതിയതായിട്ട് അച്ഛൻ ഷോറൂമിൽ നിന്നൊരു കാർ ഇറക്കുന്നത് ആദ്യമായിട്ട് ഈ സാൻഡ്രോ സിംഗ് ആണ്. അപ്പോൾ ഫാൻസി നമ്പർ ആയിരുന്നു. അതെ, അതും ഫാൻസി നമ്പർ. നമ്മളെ ഫാമിലിയിലെ എല്ലാ വണ്ടികളും 993 ആണ് കേട്ടോ. എല്ലാ വണ്ടികളും 993 ആണ് നമ്പറുകൾ. പുതിയതായിട്ട് ഇറക്കുന്ന വണ്ടി റേസാണ് ഞാൻ പറയുന്നത് കേട്ടോ. സെക്കൻഡ് ഹാൻഡ് എടുക്കുന്ന ഇപ്പോൾ എൻ്റെ ഡൊമിനാർ സെക്കൻഡ് ഹാൻഡ് ആണ്, അതുകൊണ്ട് അതെനിക്ക് 993 എനിക്ക് എടുക്കാൻ പറ്റില്ല, സെക്കൻഡ് ഹാൻഡ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ വണ്ടികൾ ഒഴിച്ച് നമ്മൾ പുതിയതായിട്ട് എടുക്കുന്ന എല്ലാ വണ്ടികളും 993 നമ്മൾ എടുക്കുന്നത്. അങ്ങനെ നമ്മളെ ഫാമിലിയിൽ നമ്മൾ ആദ്യമായിട്ട് മേടിക്കുന്ന 993 നമ്പറാണ് സാൻഡ്രോ സിംഗ്. ഓക്കെ, ഈ 993 എന്താണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് വരും. എൻ്റെ അച്ഛൻ്റെ ലക്കി നമ്പറാണ്. അച്ഛന് ഭയങ്കര ഫേവററ്റ് ആയിരുന്നു ആ നമ്പർ. അപ്പം അച്ഛൻ ആദ്യമായിട്ട് 993 മേടിക്കുന്ന ആദ്യത്തെ കാറാണ് സാൻഡ്രോ സിംഗ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ എന്തോ പഠിക്കുമ്പോഴേ മേടിച്ചതാണ് ആ വണ്ടി. എനിക്ക് കറക്റ്റ് അത് ഓർമ്മ കിട്ടുന്നില്ല കൈസ്, ഒരുപാട് വർഷമായി. അപ്പോൾ 2013 മോഡലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എത്ര വർഷമായി ഇപ്പം? 13ആയപ്പം 15 വർഷത്തിൽ കൂടുതൽ, 15 വർഷം അടുപ്പിച്ചാവും തോന്നണം. അത് നിങ്ങൾ കൂട്ടി വെക്കൂ ഗൈസ്. അപ്പോൾ അത്രയും വർഷമായ പഴക്കമുള്ള വണ്ടിയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനും എൻ്റെ സിസ്റ്ററും കൂടി പ്ലാൻ ചെയ്ത് വോക്സ് വാഗൻ്റെ വെർട്ടസ് എടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ വെർട്ടസ് എടുക്കാം എന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് അച്ഛൻ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ സാൻഡ്രോ കൊടുത്തോ, അപ്പോൾ ഡൗൺ പേയ്മെൻറ്റിൽ ചെറിയൊരു ഇളവ് കിട്ടുമല്ലോ, അപ്പം സാൻഡ്രോ കൊടുത്തോ, എന്നിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള വണ്ടി എടുക്ക് എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ നമുക്ക് ആ വണ്ടി തരികയാണ് ചെയ്തത്. നമ്മൾ ആ വണ്ടി കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ വെർട്ടസ് ഇറക്കുന്നത്. അപ്പോൾ വെർട്ടസിന് ഞാൻ ഒരു ഫോട്ടോയോ വീഡിയോ എന്തെങ്കിലും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ആ വെർട്ടസും 993 തന്നെയാണ് കേട്ടോ നമ്പർ. അങ്ങനെ വണ്ടി ഇറക്കി ഒരു 3 മാസം അടുപ്പിച്ചെന്തോ ആയപ്പം അച്ഛന് റിഗ്രറ്റ് അടിക്കാൻ തുടങ്ങി. കാരണം ഈ വെർട്ടസ് ലോ പ്രൊഫൈൽ വണ്ടിയാണ്, താന്നല്ലേ ഇരിക്കുന്ന സീറ്റൊക്കെ ബക്കറ്റ് സീറ്റ് ടൈപ്പാണ്, ഇതിന് കുഴിഞ്ഞായിരിക്കുന്ന സീറ്റൊക്കെ. അപ്പോൾ അച്ഛന് ഡയാലിസിസ് പേഷ്യൻ്റ് ആയിരുന്നു. അച്ഛന് കിഡ്നി രണ്ടും ഫെയിലിയറായിരുന്നു, ഷുഗർ കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ ഡെയിലി ആശുപത്രിയിലൊക്കെ പോകുന്നൊക്കെ കാറിലായിരുന്നു. സാൻഡ്രോയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. സാൻഡ്രോ കൊടുത്ത് നമ്മൾ വെർട്ടസ് ആക്കിയപ്പോൾ വെർട്ടസിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അച്ഛന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ എണീറ്റിട്ട് ഇരിക്കാനൊക്കെ. അപ്പോഴും അച്ഛൻ എപ്പോഴും പറയും, എൻ്റെ സാൻഡ്രോ മതിയായിരുന്നു, എനിക്ക് സാൻഡ്രോ എടുത്തതാ, അത് എവിടെ പോയി, വണ്ടി വിറ്റവർ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു. നമ്മൾ ഷോറൂമിലല്ലേ കൊടുത്തത്. അപ്പം ആ സമയത്ത് നമ്മൾ അന്വേഷിച്ചായിരുന്നു. അതായത് ഒരു 4 മാസം കഴിഞ്ഞിട്ട് നമ്മൾ അന്വേഷിച്ചായിരുന്നു വണ്ടി വിറ്റോ ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ അന്ന് അവർ പറഞ്ഞത് ഏതോ ഒരു ഫാമിലി മേടിച്ചു എന്നൊക്കെ അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കരുതി ആ വണ്ടി പോയി, ഇനി കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞിരുന്നത്. അതെ, അവർ നമ്മൾ വിളിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം, അല്ലെങ്കിൽ നാളെ വിളിക്കാം, മറ്റന്നാൾ വിളിക്കാം, വൈകുന്നേരം വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ വിളിക്കുകയില്ല, റെസ്പോൺസേ ഇല്ലായിരുന്നു അവരുടെ. അങ്ങനെ ഞാൻ പിന്നെ ഡെയിലി അവരെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ച് ശല്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അവർ പറഞ്ഞത് ഒരു ഫാമിലി എടുത്തുകൊണ്ട് പോയി, വണ്ടി സെയിലായി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്ന് കരുതി നമ്മളത് വിട്ടു. അങ്ങനെ ഇരുന്നപ്പോഴാണ് അച്ഛൻ പെട്ടെന്ന് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക ഇടയ്ക്ക് മരണപ്പെട്ടു. അങ്ങനെ മരണപ്പെട്ടു. ഇപ്പം അച്ഛൻ മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നെ ഒരു 4-5 മാസം പിന്നെ ആ വണ്ടീനെ പറ്റി തിരക്കിയിട്ടില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്ന് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി. അതായത് ഈ വണ്ടി ഇന്നലെ സത്യം പറഞ്ഞാൽ ഇന്നലെ ഉച്ച തൊട്ടേ നമ്മൾ അറിഞ്ഞായിരുന്നു. ഇന്നലെ ഉച്ച തൊട്ടേ നമ്മൾ തുടങ്ങിയ പരിപാടികളാണ്, അന്വേഷണം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പം അറിയാൻ സാധിച്ചത്, ഈ വണ്ടി നമ്മൾ അന്ന് കൊടുത്തതിന് ശേഷം ആരും മേടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ലാസ്റ്റായിട്ട് അറിയാൻ കഴിഞ്ഞ ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ഈ വണ്ടി ഇപ്പോൾ കാട്ടാക്കട ഭാഗത്തുണ്ട് എന്നാണ്. അപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചു. കാരണം ഇത് ഒരു ഫാമിലി മേടിച്ചുകൊണ്ട് പോയി എന്നല്ലേ നമുക്ക് വോക്സ് വാഗൻ്റെ നിന്ന് ഇൻഫർമേഷൻ കിട്ടി. അങ്ങനെ ഞാൻ വോക്സ് വാഗൻ്റെ വിളിച്ചു. അപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അത് ഫാമിലി അന്ന് ഒരു ഫാമിലി വന്നിരുന്നു, അവർ അഡ്വാൻസൊക്കെ ചെയ്തു. പക്ഷേ എന്തോ സിവിൽ എന്തോ പ്രശ്നം വന്ന് അങ്ങനെ അത് റിജക്റ്റ് ആയിപ്പോയി. അങ്ങനെ ആ വണ്ടി പോയിട്ടില്ലായിരുന്നു എന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടി. അങ്ങനെ താങ്ക്സ് ടു ദി വോക്സ് വാഗൻ ടീം, അവരെന്നെ ഹെൽപ്പ് ചെയ്തു. വണ്ടി എവിടെ ഇരിക്കുന്നതെന്ന് അവരെനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി നിലവിൽ കാട്ടാക്കട ഏത് ഷോറൂം?
കാർലിങ്ക് എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് കാർസിൻ്റെ ഷോറൂമിൽ ഉണ്ട് എന്നാണ് വോക്സ് വാഗൻ്റെ ടീം ഇപ്പോൾ പറഞ്ഞത്. അതായത് 1.5 വർഷമായി ഗൈസ്, ആലോചിച്ച് നോക്കണം. 1.5 വർഷവും 1 മാസമായി. 1.5 വർഷം, അതായത് 1 വർഷവും 6 മാസമായിട്ടുണ്ട്. 7 മാസമായി. ഇപ്പോഴാണ് ആ വണ്ടി എവിടെ ഇരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയത്. അങ്ങനെ നമ്മളിപ്പോൾ അവിടെ ഉണ്ടോ ഇല്ലെന്നുള്ളൊരു നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ല. കാരണം ഇവരിങ്ങനെ പറഞ്ഞു ഇവിടെ ഇങ്ങനെ വണ്ടി ഉണ്ടെന്നാണ് ഇൻഫർമേഷൻ കിട്ടിയെന്നാണ് ഇവർ പറയുന്നത്. നമ്മളിപ്പോൾ എന്തായാലും കാട്ടാക്കടയിലോട്ട് പോവുകയാണ്. നമുക്ക് നോക്കാം അവിടെ വണ്ടി ഉണ്ടോ ഇല്ലെന്നുള്ളതൊക്കെ. അഥവാ അവിടെ വണ്ടി ഉണ്ടെങ്കിൽ വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെയാണ്, ആരെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടോ, എത്ര ഓണർഷിപ്പായി എല്ലാം നോക്കിയിട്ട് നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന ബഡ്ജറ്റാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് എടുക്കും. കാരണം നമുക്ക് അത്രയും സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻ്റ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി വീഡിയോ എടുക്കാം. സോ ഗൈസ്, നമ്മളങ്ങനെ ഇവിടുത്തെ കാട്ടാക്കട ഉള്ള ആ ഒരു കാറിൻ്റെ യൂസ്ഡ് കാർ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാറ് ഇവിടെ ഉണ്ട് ഗൈസ്. അങ്ങനെ 1.5 വർഷത്തിന് ശേഷം നമ്മുടെ കാർ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഈ കാണുന്ന ഷോറൂമിൻ്റെ അകത്ത് നമ്മളെ വണ്ടി കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ വിലയൊക്കെ സംസാരിച്ചു, എല്ലാം ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഓണർ വരണം, അതായത് ഈ ഷോപ്പിൻ്റെ ഓണർ വരണം. പുള്ളിക്കാരൻ വന്നിട്ടാണ് ഇനി ബാക്കി ഡീലിങ്സൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലൂടെ ബാക്കി എല്ലാം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനും വൈഫും ഉണ്ട്. അപ്പോൾ നമ്മളെ കാറ് നമുക്ക് കാണാം. അപ്പോൾ ഈ കിടക്കുന്നതാണ് ഗൈസ് നമ്മുടെ കാറ്, എൻ്റെ അച്ഛൻ്റെ വണ്ടി 993 BM 993. അങ്ങനെ നമ്മൾ 1.5 വർഷത്തിന് ശേഷം നമ്മുടെ വണ്ടീനെ കണ്ടുപിടിച്ചു ഗൈസ്, കണ്ടോ. അപ്പോൾ ഇത് കണ്ടീഷനൊക്കെ നമ്മൾ കൊടുത്ത അതേ കണ്ടീഷനിൽ തന്നെയാണ്. പക്ഷെ അവർ വേറെ എന്തൊക്കെ അഡീഷൻ, ഇതിപ്പോൾ ലോക്കാണേ, പുള്ളിക്കാരൻ വന്നാലേ തുറക്കാൻ പറ്റുള്ളൂ. നമ്മൾ കൊടുത്തപ്പോൾ സീറ്റ് കവറൊക്കെ ഉണ്ടായിരുന്നു, സീറ്റ് കവറൊക്കെ ഇളക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു ഡോർ ഹാൻഡിൽ പൊട്ടിയിട്ടുണ്ട്. ഈ സൈഡിൽ ഡോർ ഹാൻഡിൽ പൊട്ടി, കണ്ടോ. നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇതൊക്കെ വർക്കിംഗ് ആയിരുന്നു കേട്ടോ. ഇതിപ്പം ഇങ്ങനെ പൊട്ടിപ്പോയി. ബാക്കിയെല്ലാം ഏകദേശം അതേ കണ്ടീഷനിൽ തന്നെയാണ്. പിന്നെ സ്പെയർ വീൽ അവരെടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. സ്പെയർ വീൽ കാണാനില്ല. നമ്മൾ നേരത്തെ തുറന്നൊക്കെ നോക്കിയായിരുന്നു കേട്ടോ. പിന്നെ അത് ഇവിടെ ഒരു പൊട്ടലുണ്ട് കേട്ടോ. ഇത് നമ്മൾ കൊടുത്തപ്പോഴൊന്നും ഇല്ലായിരുന്നു ഈ പൊട്ടൽ. ഇത്രയാണ്. പിന്നെ വീൽ കപ്പ് മാറ്റിയിരുന്നു. നമ്മൾ വീൽ കപ്പ് ഇതല്ലായിരുന്നു, വേറെ ആയിരുന്നു. അതും അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിയെല്ലാം അതേപോലെ ഉണ്ട്. അന്ന് നമ്മൾ കൊടുത്ത അതേ കണ്ടീഷനിൽ തന്നെ ബാക്കിയെല്ലാം ഇരിപ്പുണ്ട്. അങ്ങനെ നമ്മളെ വണ്ടി നമ്മൾ കണ്ടുപിടിച്ചു ഗൈസ്. അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഒട്ടും പ്രതീക്ഷയില്ല കിട്ടുമെന്നുള്ളത്. നമ്മളിത് വിറ്റ് പോയി ആരെങ്കിലും എടുത്ത് കാണുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതുവരെയും അതെ മാൻഡ്രാക്ക് പോലെയാണ് കേട്ടോ. വരുന്നവരാരും മേടിക്കുന്നുമില്ല. ലാസ്റ്റ് കറങ്ങിത്തിരിഞ്ഞ് നമ്മളെ കയ്യിൽ തന്നെ വന്നു. അങ്ങനെ ഈ വണ്ടി ലാസ്റ്റ് കറങ്ങിത്തിരിഞ്ഞ് ഇപ്പോഴും ഫസ്റ്റ് ഓണർ കേട്ടോ, ആരും മേടിച്ചിട്ടില്ല. അന്ന് നമ്മൾ കൊടുത്തിട്ടും ഇതുവരെ ഈ വണ്ടി ആരും മേടിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഓണർ വരട്ടെ. ഓണർ വന്ന് നമ്മൾ സംസാരിച്ചിട്ട് എന്താണെന്ന് നോക്കിയിട്ട് ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. സോ ഗൈസ്, അങ്ങനെ ഓണർ വന്നു. ഒരുപാട് നേരത്തെ ബാർഗെയിനിങ്ങിന് ശേഷം നമ്മൾ വണ്ടി മേടിച്ചിരിക്കുകയാണ് ഗൈസ്. പേപ്പറും കീയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി നമ്മൾ എടുക്കുവാണ്. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. നമ്മളെ സ്വന്തം വണ്ടിയിൽ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. നമ്മൾ വണ്ടി മേടിച്ചു. 1.5 വർഷത്തിന് ശേഷം നമ്മളെ വണ്ടി നമ്മൾ തിരിച്ചു പിടിച്ചു കേട്ടോ. പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ അച്ഛൻ ഇപ്പോൾ ഇല്ല ഇത് കാണാനായിട്ട്. അച്ഛനുണ്ടായിരുന്നെങ്കിൽ വളരെ സന്തോഷമായാണ്. എന്തായാലും എൻ്റെ അച്ഛൻ്റെ ഫേവറേറ്റ് വണ്ടി ഞാൻ തിരിച്ച് മേടിച്ചിരിക്കുകയാണ് ഗൈസ്. എമൗണ്ടും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അത്യാവശ്യം ജെന്യൂൻ ആയിട്ടുള്ള എമൗണ്ട് തന്നെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ എനിക്കെന്തായാലും നഷ്ടക്കച്ചവടമായിരുന്നു. ഇൻഷുറൻസ് തീർന്നു ഫുള്ള്. പിന്നെ കുറച്ച് പണിയുണ്ട്. ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചില്ലായിരുന്നു. അങ്ങനെ കുറച്ച് പണികളുണ്ട്. പക്ഷേ എഞ്ചിൻ സൈഡ് പക്കയാട്ടോ, ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. കാരണം അവർക്ക് ഓട്ടോ ഒന്നും ഇല്ലായിരുന്നു. അവര് ഷെഡിൽ അങ്ങ് ഇട്ടിരിക്കുവായിരുന്നു. അതെ, 1.5 വർഷമായിട്ട് അവര് ഷെഡിൽ തന്നെ ഇട്ടിരിക്കുവായിരുന്നു. നമ്മൾ കഴിഞ്ഞ ഓഗസ്റ്റിലല്ല ജൂലൈയിലാണ് നമ്മൾ ഈ വണ്ടി കൊടുക്കണ ഷോറൂമിൽ. അപ്പോൾ എന്തായാലും എനിക്ക് നഷ്ടം തന്നെയാണ്. പക്ഷേ എൻ്റെ അച്ഛൻ്റെ ആ ഒരു ഫേവറേറ്റ് വണ്ടി എന്നുള്ള ഒരു കൺസേണിൽ ഞാൻ പിന്നെ നഷ്ടവും ലാഭമൊന്നും നോക്കിയില്ല കൈസ്, അങ്ങ് എടുത്തു. അതുകൊണ്ട് ഇതെനിക്കൊരു വലിയൊരു സന്തോഷമുള്ളൊരു മൊമെൻ്റാണ് കേട്ടോ. നമ്മുടെ വെർട്ടസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. വെർട്ടസിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ ഒരു
1.5 വർഷത്തെ ഒരു ഡ്രീം അല്ലെങ്കിൽ 1.5 വർഷത്തെ ഒരു തെരച്ചിൽ ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ വണ്ടിയിൽ ഞാനിനി കുറച്ച് വ്ളോഗുകളും കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇതിൽ കുറച്ച് ട്രിപ്പ് അടിക്കണം, അപ്പോൾ എല്ലാം വരും, വഴിയേ വരും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.